ബാങ്ക് അക്കൗണ്ടുള്ളവർ ജാഗ്രത. കേരളത്തിൽ സ്ഥിരമായി ഉപയോഗിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ചോർത്തി തട്ടിപ്പ് സംഘങ്ങൾ നടത്തുന്നത് കോടികളുടെ ഇടപാട്. രഹസ്യ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ നിന്ന് അക്കൗണ്ട് ഉടമകൾ അറിയാതെ കോടികളുടെ കൈമാറ്റമാണ് സംഘങ്ങൾ നടത്തുന്നത്. അക്കൗണ്ടുകൾ കണ്ടെത്തി നൽകുന്നതിനും പണം പിൻവലിക്കുന്നതിനും കമ്മീഷൻ നൽകി വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നു. പോലീസ് നടത്തിയ ഓപ്പറേഷൻ സൈഹണ്ടിൽ 263 പേരാണ് ഇതുവരെ പിടിയിലായത്. കാണാം റിപ്പോർട്ട്. സ്വന്തം ആവശ്യങ്ങൾക്കല്ലാതെ KYC വിവരങ്ങൾ പങ്കുവെക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സൂക്ഷിക്കണം. ഉപയോഗിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് കേരളത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നടക്കുന്നത്. സൈഹണ്ടിലെ ഭാഗമായിട്ട് നമ്മൾ 35 സ്ഥലങ്ങളിൽ ആണ് വെരിഫിക്കേഷൻ സിറ്റി ലിമിറ്റിൽ നടത്തിയത്. അതിനകത്ത് ഭാഗമായിട്ട് 6 കേസുകൾ എടുത്തിട്ടുണ്ട്, 8 പേരെ അറസ്റ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ടുകൾ നിരീക്ഷിച്ച് സ്ഥിരമായി ഉപയോഗിക്കാത്ത അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ചോർത്തുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം. ഇത്തരം അക്കൗണ്ടുകൾ കണ്ടെത്തി നൽകുന്നതിന് കമ്മീഷനുണ്ട്. അക്കൗണ്ടുകൾ ലഭിക്കുന്നതോടെ രഹസ്യ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ വഴി ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റും. ഈ തുക അക്കൗണ്ട് ഹോൾഡേഴ്സ് അറിയാതെ അവരുടെ അക്കൗണ്ടുകളിലൂടെ തട്ടിപ്പ് സംഘത്തിൻ്റെ കയ്യിലെത്തും. തട്ടിപ്പിന് മറയാവുന്ന നിക്ഷേപകരുടെ പേരിൽ അവർ പോലും അറിയാതെ നെറ്റ് ബാങ്കിംഗ് ഇടപാടുകൾ നടത്തിയാണ് പണം പിൻവലിക്കുന്നത്. കോടികൾ മറിയുന്ന അക്കൗണ്ടിൻ്റെ ഉടമ നികുതി വെട്ടിപ്പിലടക്കം പ്രതിയാകുമ്പോഴാണ് വിവരമറിയുക. അപ്പോൾ ഉടൻ തന്നെ ഹാഫീസിൻ്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങൾ എടുത്തിട്ട് അദ്ദേഹത്തിന് നമ്മൾ നോക്കി പോയ സമയത്ത് പുള്ളി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നിന്ന് കുറേ പൈസ വിഡ്രോ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അവിടെ വെച്ച് കയ്യോടി ഈ ഒരു ഫ്രോഡ് നടത്തുന്ന സമയത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 300 കോടി രൂപയുടെ ഹവാല ഇടപാടുകളാണ് ഈ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്തോനേഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് 6 മാസത്തിനിടയിലാണ് ഇത്രയും പണം കടത്തിയത്. നിരോധിത ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ കേരളത്തിൽ 300-ലധികം അക്കൗണ്ടുകളാണ് കണ്ടെത്തിയത്. ഈ അക്കൗണ്ട് ഉടമകളിൽ അധികവും വിദ്യാർത്ഥികളാണ്. ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുന്ന പണം ATM വഴി പിൻവലിച്ചു തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്നതിന് വിദ്യാർത്ഥികൾക്ക് 10,000-ങ്ങളാണ് കമ്മീഷൻ ലഭിച്ചിരുന്നത്. അപ്പോൾ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൗണ്ടിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് വേറെ അക്കൗണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൗണ്ടുകൾ ഇവർ വാങ്ങുന്നതും. ഓപ്പറേഷൻ സൈഹണ്ട് എന്ന പേരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 382 കേസുകളിലായി 263 പേർ ഇതുവരെ പിടിയിലായി. തുടരന്വേഷണത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തട്ടിപ്പിനിരയായ അക്കൗണ്ട് ഉടമകൾ ഇനി എന്തു ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർന്നതെങ്ങനെ? ബാങ്ക് ജീവനക്കാരുടെ പങ്കെന്ത്? ഈ തട്ടിപ്പിൻ്റെ ബുദ്ധികേന്ദ്രമാര്? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ക്യാമറ പേഴ്സൺ വിനോദിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.